നിറച്ചിങ്ങനെ പൂത്ത് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. തേയിലത്തോട്ടത്തിന്റെ ഇടയിലൂടെ അവിടെ ഇവിടെ ആയിട്ട് ഓരോ മരങ്ങളാണ്. ഈ മരങ്ങളെല്ലാം ഇങ്ങനെ ഒന്നിച്ച് പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇല കാണാതെ നിറച്ചും പൂക്കള്. ഈ നീലവസന്തത്തിന്റെ ഓർമ്മകള് നമുക്ക് പെയിന്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകും. ഇവിടെ ഒരു കൈത്തോട് പോകുന്നുണ്ടേ, അതിൽ നമുക്ക് പെയിന്റിങ്ങിന് ആവശ്യമായ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. ഇങ്ങനെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാൻ നല്ല രസമല്ലേ. പെയിന്റിങ് ഞാൻ നൈഫ് യൂസ് ചെയ്ത് ചെയ്യാന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. പിന്നെ കുറേ നാളായിട്ട് നൈഫ് യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാന്നതുകൊണ്ട് ഒരു ചെറിയ കോൺഫിഡൻസ് ഓറ്. അപ്പൊ പിന്നെ ബ്രഷിൽ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. പെയിന്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടാ തോന്നിയത് വെറുതെ ഒരു ചില്ല മാത്രം വരച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ ഞാൻ തേയിലത്തോട്ടവും കാടും ഫുള്ള് വരച്ചു. ഇനി ഇത് എന്ന് പെയിന്റ് ചെയ്ത് തീർത്തിട്ട് വീട്ടിൽ പോകാനാണോ? എന്തായാലും ഇരുട്ടാവുന്നതിന് മുമ്പ് താഴെ ഇറങ്ങണമെന്നുള്ള പ്ലാനിലാണ് വന്നത്. അത് നടക്കും തോന്നില്ല. ജഗ്രാന്ത കാണാൻ ആൾക്കാരിടയ്ക്ക് വന്നും പോയി നിൽപ്പുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ക്രൗഡിന്റെ ഇടയ്ക്കിരുന്ന് വരച്ചങ്ങനെ വലിയ ശീലമൊന്നുമില്ല. ഞാൻ കുറച്ച് പാനിക്കായിരുന്നു. ദൂരെന്ന് കാണുന്ന ഒരു നിറം അല്ല കേട്ടോ, ഇത് പൊട്ടിച്ചെടുത്ത് കയ്യിൽ നോക്കുമ്പോൾ ഉള്ള നിറം ഒരു വെറൈറ്റി പർപ്പിളായിരുന്നു. എങ്ങനെയൊക്കെ ഞാനത് മിക്സ് ചെയ്തെടുത്തു. തേയിലത്തോട്ടായിരുന്നു വരച്ചാലും തീരാത്തത്. എന്തൊക്കെ പറഞ്ഞാലും നീലവസന്തത്തിന്റെ കാഴ്ച നല്ല മനോഹരമായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാമെന്ന ഹോപ്പോടെ ബൈ ബൈ.